ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹയർ ഹൈ ലോ ലോവർ ലോ നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ഈ ഹയർ ലോ ലോവർ ആണ്. മാർക്കറ്റ് ഈ രണ്ട് രീതിയിലാണ് ബുള്ളിഷായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് ബിയറിഷായിട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സൈഡ് വൈസ് ആവും. അപ്പം നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ മാർക്കറ്റ് ഹയർ ലോയിൽ പോകണം, ആ ഒരു മൊമെൻറ്റ് പിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ മാർക്കറ്റ് ലോവർ ലോയിൽ വരണം. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ മാർക്കറ്റിൽ ആ ഒരു മാർക്കറ്റിൻ്റെ കൂടെ നമുക്കും സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ലോ എപ്പോഴും ഫോം ആകുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ പല 2-3 രീതിയിൽ മാർക്കറ്റ് ഈ ഹയർ ലോ ഫോം ആവും. അതായത് അതിൻ്റെ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത്. ഓക്കെ, ഒരു ഹൈ വെക്കും, അതിന് ശേഷം തൊട്ടടുത്ത ഹൈ വെക്കുന്നത് അതിൻ്റെ മുകളിലായിരിക്കും. ഒരിക്കലും നേരത്തെയുള്ള ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വരുത്തില്ല. ഓക്കെ, നേരത്തെയുള്ള ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വരുത്തില്ല. അവസാനത്തെ ലോ നമ്മൾ മാർക്ക് ചെയ്ത് ഇട്ടേക്കണം. എന്നാൽ ഈ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വരത്തില്ല. ഇങ്ങനെയായിരിക്കും ഹയർ ലോ മാർക്കറ്റിൽ പോയിക്കൊണ്ടേയിരിക്കുന്നത്. മുകളിലുള്ള ഹൈയിനെ ബ്രേക്ക് ചെയ്തു പോകും, എന്നാൽ തിരിച്ചു വരുമ്പോൾ താഴത്തുള്ള ലോയ്ക്ക് വരത്തില്ല. ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ മാർക്കറ്റ് തിരിച്ച് ലോവർ ലോയിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും. തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാതെ താഴത്തുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് വരും. ഓക്കെ, ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തൊട്ട് മുമ്പുള്ള ഹൈ, ഈ ഒരു ഹൈ, അടുത്ത ഹൈ ഇവിടെ. കാരണം തൊട്ട് മുമ്പുള്ള ഹൈക്ക് മാർക്കറ്റ് പോകരുത്. അങ്ങനെ പോകാതെ താഴത്തുള്ള ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വരണം. ഇങ്ങനെയാണ് ഹയർ ലോ ലോവർ ലോ ഫോം ആവുന്നത് ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, അവസാനത്തെ ഹൈക്ക് മേളിൽ സ്ട്രോങ് ആയിട്ട് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ബയ്യേഴ്സ് വരുന്നു എന്നാണ് ലോവർ ലോയിൽ വരുമ്പോൾ. അതുപോലെ തന്നെ ഹയർ ലോയിൽ പോകുമ്പോൾ മേളിൽ ചെന്നിട്ട് അവസാനത്തെ ഈ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ലോ വരെ വരാൻ പറ്റിക്കഴിഞ്ഞാലും സെല്ലിംഗ് പ്രഷർ അത്രയും ഉണ്ട് എന്ന്. കാരണം നമ്മൾ ഇവിടെയൊക്കെ നോക്കി, ഈ ഒരു ലോ, അപ്പോൾ ഈ ലോയിലൊന്നും ഇതുവരെ വരാതെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കത്തില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇതുപോലെ താഴത്തോട്ട് വന്നുകൊണ്ടേയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലോട്ട് പോകുന്ന മാർക്കറ്റ് അവസാനത്തെ ഒരു ലോയിലേക്ക് വരികയാണെങ്കിൽ അവിടെ സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ട് എന്ന്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് പുതിയ ഒരു ഹൈ വെക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു ഹൈക്ക് മേളിൽ പോയിട്ടായാലും തിരിച്ച് താഴത്ത് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ പോലും ബൈയിങ് പ്രഷർ അവിടെ ഉണ്ട് എന്നാണ് അത്രയും. കാരണം ഇതുവരെ നിങ്ങൾ ഈ താഴത്തുള്ള ലോയിനെ നോക്കുക, ഓരോ ലോയിനെ നോക്കുക. കാരണം തൊട്ട് താഴത്തുള്ള ലോയ്ക്ക് അടുത്തേക്ക് മാർക്കറ്റ് വരാതെ പോവുക. അപ്പോൾ മുകളിൽ ചെന്നിട്ട് കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം അവസാനത്തെ ലോയിലേക്ക് മാർക്കറ്റിന് വരാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന്. അല്ലെങ്കിൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന്. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഹൈക്ക് മേളിൽ പോകണമെന്നില്ല, അല്ലെങ്കിൽ ആ ഹൈ വരെ പോകണമെന്നുമില്ല. ഒരുപക്ഷെ ഈ ഹൈ വരെ പോകാം, അല്ലെങ്കിൽ ഈ ഹൈക്ക് തൊട്ട് മുമ്പ് റിവേഴ്സ് ആവാം. അത് നമ്മൾ ചാർട്ടിൽ പല തവണ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അത് ഏതൊക്കെ രീതിയിലാണ് ഏറ്റവും കൂടുതൽ തവണ ഇങ്ങനെ റിവേഴ്സ് ആകുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോൾ, ഇനി ചാർട്ടിൽ വരുമ്പോൾ പറഞ്ഞു തരാം. ഇതിപ്പോൾ ബേസിക്കായിട്ട് ഒന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തൊട്ട് മുമ്പുള്ള ഹൈക്ക് പോകാതെ മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങി വരും. ഓക്കെ, തൊട്ട് മുമ്പുള്ള ഹൈക്ക് പോകത്തില്ല, താഴത്തുള്ള ലോയിനെ കട്ട് ചെയ്ത് വരും.
ഇനി ഇത് താഴെ വന്നിട്ട് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ബൈയിങ് പ്രഷർ വരുന്നുണ്ട് എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ താഴെ വന്നിട്ട് ഇതുവരെ മുകളിൽ നിന്നും താഴത്തേക്ക് വന്നപ്പോൾ അവസാനത്തെ ഹൈക്ക് മാർക്കറ്റ് പോകാതെയാണ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ മാർക്കറ്റ് ഈ അവസാനത്തെ ഹൈ വരെ പോയാലും റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. അവിടുന്ന് നമുക്ക് താഴത്തോട്ടുള്ള ട്രേഡ് നോക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടുന്നത് ഇവിടെ ഇതുവരെ മാർക്കറ്റ് വന്ന രീതി നോക്കുക. അവസാനത്തെ ഹൈക്ക് മേളിൽ പോകാതെ താഴത്ത് വന്ന മാർക്കറ്റ് കുറച്ച് ദൂരം താഴത്ത് വന്നതിന് ശേഷം അവസാനത്തെ ഹൈ വരെ മാർക്കറ്റിന് പോകാൻ പറ്റിയെങ്കിൽ അവിടെ ബൈയിങ് പ്രഷർ താഴെ നിന്നും അത്രയും കൂടുതൽ വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ ഇവിടം വരെ പോയി കഴിഞ്ഞാൽ തിരിച്ചൊരു പക്ഷേ ഈ ഒരു ലോയ്ക്ക് താഴത്ത് പിന്നെ പോകരുത്. താഴത്ത് പോയി കഴിഞ്ഞാൽ താഴത്ത് പോവുക എന്ന് പറയുന്നത് വിക്കടിക്കുകയല്ല, ക്യാൻഡിൽ നല്ല രീതിയിൽ താഴത്ത് ക്ലോസ് വെച്ച് പോകണം, എങ്കിലേ താഴത്ത് പോകുന്നു എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു വിക്ക് അടിച്ചിട്ട് പോലും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകും, അങ്ങനെ സംഭവിക്കും. അല്ലെങ്കിൽ ഈ ലോയിൽ വരാതെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകും. ഈ ഒരു അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറാൻ പറ്റി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെയും സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഹയർ ലോയിലായിരിക്കും പിന്നെ സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ്. ഇനി മാർക്കറ്റ് കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം തിരിച്ചൊരു റിവേഴ്സൽ വരും. ഓക്കെ, ഇത് നമ്മൾ ഏത് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും മാർക്കറ്റ് അപ്പിലും പോകത്തില്ല, ഡൗണിലും പോകത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റ് ഓവറോൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കണം, അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് ഈ ഹയർ ലോ, ലോവർ ലോ നോക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഇത് ചാർട്ടിൽ പോയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇപ്പം നമ്മൾ ഈ ഒരു കുറച്ച് കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ വേറെ ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഹയർ ലോ തന്നെ ലോ വെക്കുന്നത് ചെറിയ രീതിയിൽ വെക്കാം, ഹൈ വെക്കുന്നത് നല്ല വലിയ രീതിയിൽ വെക്കും. ലോ വെക്കുന്നതിനെക്കാട്ടി കൂടുതൽ സ്ട്രെങ്ത് കാണും ഹൈ വെക്കുന്നത്. അതും നമ്മൾ പോയിട്ട് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. കാരണം ലോ വെക്കുമ്പോൾ നേരത്തെ വന്ന ഹൈൻ്റെ പകുതിയെ ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം. ഇതിപ്പം നല്ല ദൂരമുണ്ട് ഇവിടുന്ന് ഇവിടം വരെ. എന്നാൽ ഈ ഒരു ദൂരം നോക്കുക, ഇവിടുന്ന് താഴത്ത് വന്ന് ഇവിടുന്ന് ഇത്രയേ വന്നോളൂ, നേരത്തെ ഒരു കാൽഭാഗം അല്ലെങ്കിൽ അതിൻ്റെ പകുതി സ്ട്രെങ്ത് അത്രയൊക്കെ വരും. അങ്ങനെ പല രീതിയിലായിരിക്കും പോകുന്നത്. ആ ഒരു ഫാസ്റ്റും സ്ലോയും ആയിട്ട് പോകുന്ന രീതി. നല്ല ഫാസ്റ്റായിട്ട് ഇത് കണക്ക് പോവാം, ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരും. എന്നിട്ട് വീണ്ടും നല്ല ഫാസ്റ്റായിട്ടൊരു ബൈയിങ് പ്രഷർ പോവാം, ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരും. ചില സമയത്ത് ഇങ്ങനെ പോവാം, കാരണം ഇച്ചിരി നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കും, ചെറുതായിട്ട് ഹൈ വെക്കും, ഇച്ചിരി നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കും, ചെറുതായിട്ട് ഹൈ വെക്കും, നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കും, ചെറുതായിട്ട് ഹൈ വെക്കും. ഇങ്ങനെയും പോവും മാർക്കറ്റ്. കാരണം ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന സിറ്റുവേഷനും ഈ ഒരു സിറ്റുവേഷനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് സെല്ലിംഗ് പ്രഷറും ഇത്തിരി കൂടുതൽ നടക്കുന്നുണ്ട്. പക്ഷേ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരുന്നില്ല, അവസാനത്തെ ഹൈക്ക് മേളിൽ കയറി പോകും. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലുള്ള പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ഹയർ ലോൻ്റെ ഈ രണ്ട് രീതിയിലുള്ള പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് നോക്കുമ്പോൾ അവിടെ ഹയർ ലോ വെക്കുന്നത് നല്ല ഫാസ്റ്റായിട്ടാണ് അല്ലേ, അവിടെ നല്ല പ്രീമിയം പെട്ടെന്ന് നമുക്കുണ്ടാവും. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പം ഈ ഒരു സെക്കൻഡ് നമ്മൾ രണ്ടാമത്തെ ആ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത്തിരി സ്ലോ ആയിട്ടായിരിക്കും പ്രീമിയവും നടക്കുന്നത്. കാരണം അവിടെ സെല്ലിംഗ് പ്രഷറും ഇത്തിരി കൂടുതൽ നടക്കുന്നുണ്ട്. എന്നാൽ മാർക്കറ്റ് ഹയർ ലോയിലുമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂവ്മെൻറ്റ്സുകൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. നല്ല രീതിയിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഫാസ്റ്റായിട്ടും പോകാം, സ്ലോ ആയിട്ടും പോകാം.
ഓക്കെ, ഇത് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾ ചാർട്ടിൽ പോയിട്ട് തന്നെ ഏതൊക്കെ ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ടൈം ഫ്രെയിമിലും വർക്കൗട്ട് ആവുന്നതാണ്. നിങ്ങൾ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണെങ്കിലും സ്വിംഗ് ട്രേഡ് ചെയ്യാനാണെങ്കിലും ഏത് ട്രേഡിങ് ചെയ്യാനാണെങ്കിലും നിങ്ങൾ നോക്കുന്ന ടൈം ഫ്രെയിം ഏതാണോ അതിനനുസരിച്ചുള്ള ടൈം ഫ്രെയിമിൽ ഈ ഹയർ ഹൈ ഹയറിലോ ലോവർ ഹൈ ലോവറിലോ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പം ഇൻട്രാഡേ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലിയിൽ ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചിരിക്കുക എല്ലാ ദിവസവും മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ഏത് സിറ്റുവേഷനിലാണ് പോകുന്നത് എന്നുള്ളത്. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് 1 അവറിലോ 15 മിനിറ്റിലോ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ലെവലുകൾ മാർക്ക് ചെയ്തിട്ടിട്ട് 5 മിനിറ്റിൽ വന്നിട്ട് എൻട്രി എടുക്കാം. ഇനി സ്കാൾപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റോ 3 മിനിറ്റോ യൂസ് ചെയ്യാം. എല്ലായിടവും ഈ ഹയർ ഹൈ ഹയറിലോ ലോവർ ഹൈ ലോവറിലോ വർക്കൗട്ട് ആവും. ഇതിപ്പോൾ ഡെയിലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിൽ. ഹയർ ഹൈ ഹയറിലോ ലോവർ ഹൈ ലോവറിലോ ഇത് നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ. നമുക്ക് എൻട്രി എടുക്കുന്നതിനായാലും മാർക്കറ്റിനെ നോക്കി കാണുന്നതിലായാലും ഒക്കെ എളുപ്പമാണ് പിന്നെ കാര്യങ്ങൾ. ഓക്കെ, ഇതിപ്പോൾ ഡെയിലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ മാർക്കറ്റ് മുകളിൽ നിന്നും തൊട്ട് മുമ്പുള്ള ഹൈക്ക് പോവാതെ താഴത്ത് വന്ന് തൊട്ട് മുമ്പുള്ള ഹൈക്ക് പോയാലും കുഴപ്പമില്ല, അവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് താഴോട്ടുള്ള ട്രേഡ് നോക്കാം. പക്ഷേ ആ ഹൈക്ക് മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ട് കയറി പോകരുത്. ഓക്കെ, ആ ലോയിനെയും കട്ട് ചെയ്ത് വീണ്ടും ഹൈക്ക് പോകാൻ നോക്കുന്നു, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ പോകാൻ പറ്റാതെ വീണ്ടും താഴെ വരുന്നു. അവസാനത്തെ ഹൈ അതിന് മുമ്പുള്ള ഹൈ മേപ്പെടും ആ ഹൈക്ക് പോകാനേ പറ്റുന്നില്ല മാർക്കറ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ അവസാനത്തെ ഹൈ എവിടെയായിരുന്നു? അവസാനത്തെ ഹൈ എന്ന് പറയുന്നത് ഡെയിലിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വന്നു. ഓക്കെ, ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വന്നു. അപ്പോൾ അതൊരു സ്വിങ് ഹൈ തന്നെയല്ലേ? അപ്പോൾ ആ ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് ഇപ്പോൾ കയറാൻ പറ്റി. ഇനി ഒരു പക്ഷേ മാർക്കറ്റിന് തിരിച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലോയ്ക്ക് താഴത്ത് പോവരുത്. ഈ ലോ വരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. അപ്പോൾ ഇത് ഡെയിലിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോ വരെ വന്നിട്ടില്ല. ലോയിൽ വരാതെ തിരിച്ച് കയറാൻ പറ്റുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോവാം. ലോയിൽ വരാതെ, കാരണം ആ ലോയിൽ വരുന്നതിന് മുമ്പ് തന്നെ ബയേഴ്സ് അത്രയും സ്ട്രെങ്ത് കാണിക്കുമ്പോൾ ബൈയിങ് പ്രഷർ അത്രയും വരുന്നു എന്നാണ്. ഓക്കെ, ആ ലോ വരെ നല്ല സപ്പോർട്ട് ഏരിയയാണ്. ലോയിൽ വരാതെ പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നെയും ഹയർ ലോയിൽ തന്നെ മുകളിലോട്ട് പോകും. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് ഇതിപ്പോൾ ഡൗൺ ട്രെൻഡിലല്ലേ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയിരിക്കുന്നത്. ഇനിയിപ്പം ഒരു അപ് ട്രെൻഡിലെ ഹയർ ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചാർട്ടിൽ കാണാൻ പറ്റുന്ന ഏരിയാസ്, അങ്ങനെയുള്ള ഏരിയാസ് എടുത്തിട്ട് നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുക. ചാർട്ടിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയാസും ഒക്കെ ഉണ്ടാവും. അത് പെയ്യനെ നമ്മൾ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ചാർട്ട് എടുത്തിട്ട് ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് എങ്ങനെയാണ് സിറ്റുവേഷൻ, നല്ല സ്പീഡിലാണോ പോണേ, സ്ലോയിലാണോ പോണേ. അതെ, ഇവിടെ വന്നിട്ട് ഒരു ഈ ലോ വെച്ചത് ഇവിടെയായിരുന്നു അവസാനത്തെ ലോ. അപ്പോൾ ഈ ഒരു ലോ വന്നത് ഇവിടം വരെ, അതിന് മുകളിലാണ് പിന്നീടൊരു ഹൈ വെച്ചത്. അപ്പം വീണ്ടും ഒരു ലോ വന്നു, നേരത്തെയുള്ള ലോയ്ക്ക് താഴത്ത് വന്നില്ല, വരാതെ വീണ്ടും ഹൈ വെച്ച്. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലാണ് ക്യാൻഡിലുകൾ കാണുന്നത്, അറിയാം. ചെറിയ രീതിയിൽ, നല്ല വോളിയോ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. എന്നാലും ഇത് ഹയർ ലോയിൽ തന്നെയാണ് പോകുന്നത്. കാരണം അവസാനത്തെ ലോയ്ക്ക് വരാതെയാണ് മാർക്കറ്റിൽ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അവസാനത്തെ ലോ വരെയും സപ്പോർട്ട് ഏരിയ തന്നെയാണ്. ഓക്കെ, അവസാനത്തെ ലോ വരെയും. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ ഈ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ഇറങ്ങരുത്. ഓക്കെ, ഇതിൻ്റെ ലോ വന്നിട്ടുള്ളത് ഇവിടം വരെയാണ്. കാരണം ഇവിടെയായിരുന്നു ഇതിൻ്റെ അവസാനത്തെ ലോ.
ഓക്കെ, ഇവിടെയായിരുന്നു അവസാനത്തെ ലോ. ഈ ലോ വരെയും നമുക്ക് ബൈ എടുക്കാം. ആ ലോയ്ക്ക് താഴത്തൊരിക്കലും പോകരുത്. ഓക്കെ, ലോയ്ക്ക് താഴത്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ മാർക്കറ്റ് തിരിച്ച് ഇപ്പം ഇവിടം വരെ വന്നു. ഇനി തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോവാതെ താഴത്ത് വന്ന് ഈ ലോ കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ തിരിച്ച് ചെല്ലുമ്പോൾ ഹൈയിൽ പോകത്തില്ല. ഇങ്ങനെയായിരിക്കും മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. ലോവർ ഹൈ, ലോവർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. അപ്പോൾ അതാണ് ഈ ഈ ഈ പാറ്റേൺ നമ്മൾ നല്ല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോകുന്ന ഈ ട്രെൻഡ് ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇത് ഞാൻ പല തവണ എടുത്തെടുത്ത് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ട്രേഡിങ് ചെയ്യുമ്പോൾ ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ഹൈ, ലോവർ ലോ നോക്കി ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാനും സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാനും ഓരോ പാറ്റേൺസ് കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പമാണ്. എവിടെ നിന്ന് എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കണമെന്നൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ചാർട്ടിലും വർക്കിംഗ് ആണ്. എല്ലാ ചാർട്ടിലും എല്ലാ ടൈം ഫ്രെയിമിലും. ഇതിപ്പോൾ നമ്മൾ നോക്കിയത് ഡെയിലിയിലാണ്. ഇനി നമ്മൾ 4 ഹവറിലോ 1 ഹവറിലോ എങ്ങനെ വേണമെങ്കിലും നോക്കാം. 4 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇനി വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ജസ്റ്റ് നോക്കാം. ഇപ്പം നോക്കിയത് നിഫ്റ്റിയിലാണ്. ഇനി നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും നോക്കാം. ഗോൾഡിലോ ക്രൂഡ് ഓയിലോ ബിറ്റ് കോയിനോ ഏതിൽ വേണമെങ്കിലും നോക്കാം. ഇതിപ്പോൾ 4 ഹവറിലാണ്. 4 ഹവറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഈ ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത് നോക്കാം. മേളിൽ ചെന്നിട്ട് താഴത്ത് വന്നു. തൊട്ട് മുമ്പുള്ള ഹൈ ഏതാ? ഇതാ. ആ ഹൈയിൽ പോയില്ല. ആ ഹൈക്ക് മുകളിൽ സസ്റ്റെയിൻ ആയാലാണ് പിന്നെയും പുതിയ ഹൈ വെച്ച് മാർക്കറ്റ് വീണ്ടും പോകാനുള്ള സാധ്യതയുള്ളൂ. ആ ഹൈക്ക് പോകാതെ താഴത്ത് വന്നു. നേരത്തെയുള്ള ലോയ്ക്ക് താഴത്ത് പോയില്ല. വീണ്ടും നേരത്തെയുള്ള ഹൈ വരെ പോയി തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്നു. തിരിച്ച് വീണ്ടും കയറുമ്പോൾ മാർക്കറ്റിന് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ആ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോയി ഹൈ വെച്ച് പോയാൽ അതിനെ നമുക്ക് ഹയർ ഹൈ, ഹയർ ലോ എന്ന് പറയാൻ പറ്റും. വീണ്ടും മാർക്കറ്റ് കയറാൻ നോക്കി താഴെ വന്നു. ഓക്കെ, ഇവിടെ ഒരു ഹൈ വെച്ചു, മാർക്കറ്റ് കയറാൻ നോക്കി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ ഒരു ഹൈ വെച്ചു എന്ന് നമുക്ക് പറയാം. ഒരു ഹൈ വെച്ചു, അവസാനത്തെ ഈ ഒരു ഹൈക്ക് മേളിൽ ജസ്റ്റ് ഒരു ഹൈ വെച്ചു. പക്ഷേ അതിന് മുകളിൽ മാർക്കറ്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് സസ്റ്റെയിൻ ആവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവസാനത്തെ ഹൈക്ക് മുകളിൽ പോയാലും ഒരു പക്ഷേ ആ ഒരു ഹൈ വരെ പോയി. ഇനി തിരിച്ചു വരുമ്പോൾ ഈ ഒരു അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോകരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അവസാനത്തെ ഹൈക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ വോളിയം കാര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് പ്രഷറിലാണോ മേപ്പോട്ട് പോയിരിക്കുന്നത്. അതുപോലെ തിരിച്ചു വരുമ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോവുകയും ചെയ്യും. അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോയാൽ പിന്നെ മാർക്കറ്റ് ലോവർ ഹൈ, ലോവർ ലോയിൽ തന്നെ. ഓക്കെ, അപ്പോൾ തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇനിയിപ്പോൾ ഇത് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഹൈ വന്നിരിക്കുന്നത് ഇവിടെ, ഈ ഒരു ഹൈക്ക് മേളിൽ കയറണം. അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും അടുത്ത സപ്പോർട്ടിനെ തേടി പോവും. അവസാനത്തെ ലോയിനെ കട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തോട്ട് ഇറങ്ങിയാലും തിരിച്ച് കയറുമ്പം അടുത്ത ഹൈ വരെ പോവാം. ആ ഹൈക്ക് മേളിൽ പോകല്. ഒരു പക്ഷേ ഇത് ഹൈയിൽ പോകാതെ ഇങ്ങനെ പോയി ഈ ഒരു സപ്പോർട്ടിനെ തിരിച്ച് റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരാം. അല്ലെങ്കിൽ എങ്ങനെ വരാം? അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ടായി കഴിഞ്ഞാൽ ഈ ഒരു ലോ വരെ വന്നിട്ട് അത്രയും വരണമെന്നൊന്നുമില്ല. നല്ല സ്ട്രോങ് ഒരു ക്യാൻഡിൽ താഴത്തോട്ട് ക്ലോസ് വെച്ചാലും മതി. തിരിച്ച് ചെല്ലുമ്പോൾ ഈ ഒരു ഹൈയുടെ തൊട്ടടുത്ത് വരെ പോകും, എന്നിട്ട് താഴത്തോട്ട് വരാം. അല്ലെങ്കിൽ ഈ ഒരു അവസാനത്തെ ലോയിനെ തിരിച്ച് റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവിടെ ക്യാൻഡിൽ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ട് നോക്കാം. ട്രെൻഡ് ലൈൻ വരുന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈനെ റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യാം. അങ്ങനെയായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് വരുന്നത് എന്ന് നമ്മൾ മെയിനായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതുപോലെ ഇനി നോക്കുമ്പോൾ 1 ഹവറിൽ നോക്കാം. 1 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഏതെങ്കിലും ഇപ്പം XAUUSD നമ്മൾ ഗോൾഡിൻ്റെ ഇത് സ്പോട്ട് ചാർട്ടാണ്. ഗോൾഡിൻ്റെ ഈ ഒരു ഗോൾഡിൻ്റെ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെയൊക്കെ നമുക്ക്
24 മണിക്കൂർ റണ്ണിങ് ആയതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ. അപ്പോൾ ഇത് 1 ഹവറിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവിടെ നിന്നാണ് വന്നത് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ താഴെ നിന്നാണ്. കാരണം ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ലോവർ ഹൈ ലോവർ ലോയിൽ താഴെ വരെ വന്നു. ഓക്കെ, ഇവിടെ അവസാനത്തെ ഒരു ഹൈക്ക് മേളിൽ സ്ട്രോങ് ആയിട്ട് കയറാൻ പറ്റി. ഓക്കെ, തൊട്ടടുത്തടുത്തായിട്ട് റെസിസ്റ്റൻസോ സപ്പോർട്ടോ ഉണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും നമ്മൾ പരിഗണിക്കണം. ഓക്കെ, ലോവർ ഹൈ ലോവർ ലോയിൽ വന്നത് പിന്നെന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇവിടുന്ന് നോക്കുക, അവസാനത്തെ ലോയിൽ വരത്തില്ല, അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ അകതല്ലേ സംഭവിച്ചിരിക്കുന്നു. നോക്കുക, നമ്മൾ വൃത്തിക്ക് ഒരു ചാർട്ടിനെ എടുത്തിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ 100 തവണ 200 തവണ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ലൈവ് മാർക്കറ്റിൽ സിമ്പിളായിട്ട് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അവസാനത്തെ ഹൈക്ക് മേളിൽ ജസ്റ്റ് കയറാൻ പറ്റി, തിരിച്ചു വന്നപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു ലോ ഇനി ഇതാ. ഈ ലോയിൽ മാർക്കറ്റ് വരല്, അല്ലെങ്കിൽ ഈ ലോയ്ക്ക് താഴത്ത് പോലെ ഈ ലോ വരെയും സപ്പോർട്ട് ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഈ ലോയിൽ വരാതെ മാർക്കറ്റ് തിരിച്ച് വീണ്ടും പുതിയൊരു ഹൈ വെച്ച്. കാരണം ഇവിടെയുള്ള ഈ ഒരു അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റി, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ കയറാൻ പറ്റി, നല്ല ബൈയും പ്രഷർ കയറി. ഓക്കെ, തിരിച്ച് വരുമ്പോൾ ഇനി ലോവർ ഹൈ ലോവർ ലോയിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. എൻട്രി എടുക്കുന്നതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് പറയാം. അപ്പം ആദ്യം ഓരോരോ കാര്യങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോരോ കാര്യങ്ങൾ എല്ലാം കൂടെ നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവത്തില്ല. മാർക്കറ്റ് പോകുന്നത് നമ്മളിപ്പോൾ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ ആണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഹയർ ഹൈ ഹയർ ലോ വെക്കുമ്പോൾ അവസാനത്തെ ലോ വരെയും വരാം, അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോയില്ല, ആ ലോ വരെയും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. ഹയർ ഹൈ ഹയർ ലോ പോകുന്നത് ഇങ്ങനെ. ഓക്കെ, ഇവിടെ നോക്കുക, അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരരുത്, അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരരുത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പുതിയ ഒരു ഹൈ വെച്ച് ഒരു പുൾ ബാക്ക് വന്നത് ഇവിടം വരെയാണ്, തിരിച്ച് വീണ്ടും ഒരു ഹൈ വെച്ച് അടുത്ത ലോ വന്നത് ഇവിടം വരെയാണ്, തിരിച്ച് വീണ്ടും ഒരു ഹൈ വെച്ച് അടുത്ത ലോ വന്നത് എവിടെയാണ്, അടുത്ത ലോ വന്നത് ഇവിടെയാണ്, ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. ഇനി ഒരു പക്ഷേ മാർക്കറ്റ് ഈ ഒരു അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരരുത്, ഈ ലോ വരെയും സപ്പോർട്ടാണ്, ഈ ലോ വരെയും സപ്പോർട്ടാണ്. ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ആവും, ലോവർ ഹൈ ലോവർ ലോ ആവും. ഓക്കെ, ലോവർ ഹൈ ലോവർ ലോ അടുത്ത സപ്പോർട്ടിനെ തേടി വരും. എന്നിട്ട് അവിടെ വന്നിട്ട് വീണ്ടും ഇനി ഇത് തിരിയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡിലോട്ട് വീണ്ടും കയറും. അങ്ങനെയാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. ഇതിപ്പോൾ 1 ഹവറിലാണ്. ഇനി ഇത് നമുക്ക് 15 മിനിറ്റിലോ 5 മിനിറ്റിലോ 1 മിനിറ്റിൽ പോലും നമുക്ക് വർക്കിംഗ് ആണ്. 1 മിനിറ്റിൽ ഒരു 5 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വന്ന വലിയ മൂവ്മെൻറ്റിൻ്റെ, അതായത് ഈ ഒരു 1 ഹവറിൽ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇടയിലുള്ള അത് നമുക്ക് 5 മിനിറ്റിൽ നോക്കാം. ഏതാ ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെയുള്ള ഏരിയയിൽ 5 മിനിറ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതേത് ടൈം ഫ്രെയിമിലും വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് തവണ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ലൈവ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഏത് ടൈം ഫ്രെയിമിലും വർക്കിംഗ് ആണ്. ഓക്കെ, നോക്കുക, ഇവിടുന്ന് ഒരു ലോ വന്നത് ഇവിടം വരെയാണ്, തിരിച്ച് വീണ്ടും കയറി താഴത്ത്, ഇത് മൊത്തത്തിലെടുത്തു, താഴത്ത് വന്നു, തിരിച്ച് വീണ്ടും കയറാൻ നോക്കുന്നു. ഈ ഒരു ഹൈക്കോ മേളിൽ പോകാൻ പറ്റാതെ ഇവിടം വരെ ഹൈ വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ലോയിനെ കട്ട് ചെയ്തു. ആ ഒരു ലോയിനെ കട്ട് ചെയ്താൽ പിന്നെ മാർക്കറ്റ് അടുത്തത് വരാൻ സാധ്യതയുള്ളത് ഈ സപ്പോർട്ടിനെ തേടിയാണ്. ഇതിൻ്റെ താഴത്ത് ഒരുപാട് ലിക്വിഡിറ്റികളുണ്ടാവും. അപ്പോൾ ഇതാണ് എവിടെ നിന്നാണോ ഒരു ഹൈ ആരംഭിച്ചത്, മെയിൻ ഏരിയ, അതായിരിക്കും ഒരു എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ ഒരു ലോ ആരംഭിച്ചത്, ഒരു ഹൈയിൽ നിന്നും താഴത്തേക്ക് വരുമ്പോൾ എവിടെയാണോ ഒരു ഹൈ വെച്ചത് ആ ഏരിയ ഒരു എക്സ്ട്രീം ലെവലായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പം 5 മിനിറ്റ് നോക്കുമ്പോൾ ഈ ഒരു പുൾ ബാക്കിൽ നിന്നാണ് ഇത്രയും ദൂരം പോയത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഏരിയയാണ്, മെയിൻ ഒരു ഏരിയ. അപ്പോൾ ഒരു പക്ഷേ ഇതിന് താഴത്തുള്ള ലിക്വിഡിറ്റികൾ എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറാം. അപ്പോൾ അതൊക്കെ ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ വരുന്നതാണ്. അതൊക്കെ നമുക്ക് വരുന്ന വഴിയെ വീഡിയോസിൽ ചെയ്യാം. ഇതിലെല്ലാം കൂടെ നമുക്ക് പറയേണ്ട. ഇതിലിപ്പോൾ ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വന്നിട്ട് അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത്, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതായിരുന്നല്ലോ ഒരു ലോ, അപ്പോൾ ഈ ഒരു ലോയിനെ കട്ട് ചെയ്ത് താഴത്ത് വന്നപ്പോൾ തിരിച്ച് ഹൈക്ക് പോയില്ല.
ഓക്കെ, നേരത്തെയുള്ള ഈ സപ്പോർട്ടിനെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുക താഴത്തോട്ട്. വീണ്ടും വരുന്നത് എങ്ങനെ? ലോവർ ഹൈ ലോവർ ലോ, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാതെ താഴത്ത് വരികയാണ്. ഇത് 5 മിനിറ്റിലാണ്. 5 മിനിറ്റിൽ 1 മിനിറ്റിൽ പോലും ഇത് വർക്കിംഗ് ആണ്. 1 മിനിറ്റിൽ പോലും. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ലോ 5 മിനിറ്റിലെ ആ ഒരു ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് ജസ്റ്റ് വരാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ തിരിച്ച് മാർക്കറ്റ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈക്ക് മേളിൽ പോവരുത്. ഈ ഒരു ഹൈ, കാരണം അവസാനത്തെ ഹൈ അതാണ്. ആ ഒരു ഹൈക്ക് മേളിൽ പോയി സസ്റ്റെയിൻ ആവാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി മേളിൽ കയറും, തിരിച്ചു വരുമ്പോൾ തൊട്ട് താഴത്തുള്ള ലോയിൽ പോകാതെ ഹയർ ലോ വെച്ച് അടുത്ത ഹൈ വരെ പോകും. ഓക്കെ, അപ്പോൾ അടുത്ത ഹൈ നമ്മൾ നോക്കി പോകണം. അടുത്ത ഹൈ എവിടെയൊക്കെ ഉണ്ടെന്ന്, റെസിസ്റ്റൻസ് പോയിൻറ്റ്സുകൾ എവിടം വരെ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഏരിയാസ് എവിടെയാണ്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഏരിയയാണ്. കാരണം ഇവിടെയൊക്കെ ഒരുപാട് തവണ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ഏരിയ ഒക്കെ നോക്കുക. അതിൻ്റെ എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്നത് ഈ ഹൈ തന്നെയാണ്. അവിടെ നിന്നാണ് മാർക്കറ്റ് ഈ 5 മിനിറ്റിൽ നോക്കുമ്പോൾ താഴത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ അത് നല്ലൊരു എക്സ്ട്രീം ഹൈ ആയിട്ട് മാറും. ഓക്കെ, ഇനി 1 മിനിറ്റിൽ നമുക്കൊന്ന് നോക്കാം. 1 മിനിറ്റിൽ നോക്കുമ്പോൾ 3 മിനിറ്റിൽ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് 1 മിനിറ്റ് നോക്കാം. ഇപ്പോൾ അവസാനം നിൽക്കുന്ന ഈ ഒരു ഏരിയയ്ക്ക് ഇടയിൽ നോക്കുക. ഇത് നമ്മൾ നല്ല കാണാപ്പാടം പോലെ, നല്ല പച്ചവെള്ളം പോലെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം കുറച്ച് എളുപ്പമാവും. കാരണം ഇത്രയും നാൾ നിങ്ങൾ മാർക്കറ്റിനെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു രീതി മാറിക്കിട്ടും. ഞാനും പല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഈ ഒരു ഹയർ ലോ ലോവർ ഹൈ ലോവറിലോ മനസ്സിലാക്കാൻ പറ്റിയപ്പോൾ സിമ്പിളായിട്ട് എനിക്ക് ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റി, ഓരോ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റി, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സിമ്പിളാക്കാൻ പറ്റി. അതുപോലെ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം. ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, ഇവിടുന്ന് ലോവർ ഹൈ ലോവർ ലോയിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ ഇത് വർക്കിംഗ് ആണ്. ഇത് ഈ ഒരു ലോയിൽ താഴത്ത് വരാതെ ഇവിടം വരെ ലോ വെച്ചിട്ട് വീണ്ടും പുതിയ ഹൈ വെച്ച്. ഇത് ഞാൻ മൊത്തത്തിൽ പറയുകയാണ്. ഇവിടെ ഒരു ലോ വെച്ച്, ഇവിടെ ഒരു ലോ വെച്ച്, പക്ഷേ അത് സെയിം ഏരിയയിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതായിട്ട് പറയാണ്. ഹയർ ലോ പോയി. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ലോ എവിടെയാണ്? ഇവിടെയാണ്. എന്ത് സംഭവിച്ചു? ലോവർ ഹൈ ലോവർ ലോയിൽ വന്നിട്ട് ഈ ഒരു അവസാനത്തെ ലോയിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, എവിടെയായിരുന്നു അവസാനത്തെ ലോ? ഇവിടെയായിരുന്നു. ഇത് 1 മിനിറ്റിലാണ്. 1 മിനിറ്റിൽ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? പിന്നെ തിരിച്ചു ചെല്ലുമ്പോൾ ഈ ഒരു ലോ റെസിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ തിരിച്ച് മേളിലോട്ട് കയറിയാലും ഈ ഒരു ഹൈക്ക് മേളിൽ പോകരുത്. ഈ ഹൈ വരെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. കാരണം ഈ ലോയിനെ കട്ട് ചെയ്യാൻ പറ്റിയത് അത്രയും സെല്ലിംഗ് പ്രഷർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് കൂടുതലും ഏതൊക്കെ രീതിയിലാണ് ഇത് റിവേഴ്സൽ നമുക്ക് കാണിക്കുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അവസാനത്തെ ലോയിനെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി താഴത്ത് വരികയാണോ, അല്ലെങ്കിൽ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത് ഒരു പുൾ ബാക്ക് തന്നിട്ട് വരികയാണോ, ആ പുൾ ബാക്ക് തരുമ്പോൾ അവിടെ ക്യാൻഡിൽ ഏതൊക്കെ രീതിയിലാണ് ഫോം ആവുന്നത്, ആ ക്യാൻഡിൽ എന്താണ് പറയുന്നത്, അതൊക്കെ നോക്കുക. ഇവിടെ ഇപ്പോൾ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് ഒരു പുൾ ബാക്ക്. കാരണം അവസാനത്തെ ഹൈ ഇവിടെയാണ്. ആ ഹൈക്ക് പോവാതെ നേരത്തെയുള്ള സപ്പോർട്ടിനെ റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇപ്പോൾ താഴത്തോട്ട് പോകും. അപ്പോൾ താഴത്ത് വരുമ്പോൾ അടുത്ത സപ്പോർട്ടിനെ നമ്മൾ നോക്കി പോകും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സപ്പോർട്ടിനെ നോക്കി പോകും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ ആണ്. അതിന് താഴത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത എക്സ്ട്രീം സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാനായിട്ട് നമ്മളിപ്പം നിങ്ങൾ സ്കാൾപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിലോ 3 മിനിറ്റിലോ നിങ്ങൾക്ക് എൻട്രിയും കാര്യങ്ങളും പ്ലാൻ ചെയ്യാം. അതുപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാനായിട്ട് 5 മിനിറ്റോ 15 മിനിറ്റോ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ 1 മിനിറ്റിൽ കിടക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രീം ലെവൽ നോക്കാനായിട്ട് നിങ്ങൾക്ക് 5 മിനിറ്റിൽ പോയിട്ട് 5 മിനിറ്റിലെ ലെവൽസ് നോക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റിലെ ലെവൽസ് നോക്കാം. അതൊക്കെ ആയിരിക്കും ഈ സ്കാൾപ്പ് ചെയ്യുമ്പോൾ എക്സ്ട്രീം ലെവലുകൾ. ഓക്കെ, ഇതിപ്പോൾ 15 മിനിറ്റാണ്. 15 മിനിറ്റ് നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് അവസാനത്തെ ഹൈയിനെ ഇതൊരു അവസാനത്തെ ഹൈ ആയിരുന്നു. കണ്ടില്ല അതിൻ്റെ ബോഡി? ആ ഒരു ഹൈയിനെ കട്ട് ചെയ്തപ്പോൾ ഉള്ള ലോ, ആ ലോയാണ് ഇപ്പം നമ്മൾ അവസാനം മാർക്ക് ചെയ്തിരിക്കുന്ന ആ സോൺ.
ഇല്ലേ, ഇതൊരു എക്സ്ട്രീം ലെവലാണ്. ഇപ്പോൾ സ്കാൾപ്പ് ചെയ്യുമ്പോൾ 5 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്തു, അവസാനത്തെ ലോയിനെ കട്ട് ചെയ്തപ്പോൾ അടുത്ത ലോ, ഇപ്പോൾ അടുത്ത ലോയിലാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അവസാനത്തെ ലോയിനെ കട്ട് ചെയ്താൽ പിന്നെ ലോവർ ഹൈ ആയി, കണ്ടില്ലേ, അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത്. ഇത് 5 മിനിറ്റിൽ നോക്കുമ്പോൾ ഇവിടെ ഹയർ ഹൈ ഹയർ ലോയിലാണ് താഴെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ലോയ്ക്ക് വരാതെ ഹൈനെ കട്ട് ചെയ്ത് പോകുന്നു. അവസാനത്തെ ലോയിൽ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ട് അവസാനത്തെ ലോ ഇതാണ്. അപ്പോൾ ഈ ലോയിനെ കട്ട് ചെയ്ത് താഴെ വന്നു. ഓക്കെ, കട്ട് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഹൈക്ക് മുകളിൽ പോല്, ഈ ഹൈ വരെയും റെസിസ്റ്റൻസ് ഏരിയ, ഹൈ വരെ പോകണമെന്നില്ല കൂടുതൽ തവണയും. മാർക്കറ്റ് ഈ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ ലോ തന്നെ തിരിച്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരാം, താഴത്തോട്ട്. അല്ലെങ്കിൽ ഈ ലോ കട്ട് ചെയ്തിട്ട് തിരിച്ച് ജസ്റ്റ് ഇവിടം വരെ എങ്ങാണ്ട് ഒന്ന് പോയിട്ട് വീണ്ടും തിരിച്ച് താഴത്തോട്ട് വരാം. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ഈ ട്രെൻഡ് റിവേഴ്സ് ആയതിനു ശേഷം മാർക്കറ്റ് കൂടുതലും റണ്ണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു 80% നമുക്ക് സക്സസ് കാണിക്കുന്നത് ഏത് രീതിയിലാണെന്ന് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഈ ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് ഫോം ആവുന്നത്, അവസാനത്തെ ലോ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവസാനത്തെ ഹൈ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു. അവസാനത്തെ ഹൈ എന്ന് പറയുമ്പോൾ ലോവർ ഹൈ ലോവർ ലോയിൽ വരുന്ന മാർക്കറ്റ് അവസാനത്തെ റെസിസ്റ്റൻസ് ഏരിയനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് ഹയർ ഹൈ ഹയർ ലോയിൽ പോകുമ്പോൾ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കുന്നു. അതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, അവിടെയുള്ള ക്യാൻഡിലുകൾ ഏത് രീതിയിലാണ് റൺ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത് നിങ്ങൾ നല്ല പച്ചവെള്ളം പോലെ നല്ല എത്രത്തോളം ഇരുന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നോ ബാക്കി ട്രേഡ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറ്റും, അത് ഉറപ്പാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ക്യാൻഡിൽ സ്റ്റിക്ക്, പിന്നെ കുറച്ച് പാറ്റേൺസ്, ഇത്രയും ഉണ്ടെങ്കിൽ ബാക്കി എളുപ്പമാണ്. കാരണം നമുക്ക് മന്ത്ലി പ്രോഫിറ്റിലോട്ട് എത്താൻ പറ്റും ഉറപ്പായിട്ടും. SL വരില്ല എന്നൊന്നും പറയില്ല, ചില സമയത്ത് SLും വരെ, ചില സമയത്ത് ഈ അവസാനത്തെ ഹൈയിൽ അവസാനത്തെ ലോയിനെ കട്ട് ചെയ്താലും. ഉദാഹരണത്തിന് അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിപ്പിക്കുക, വീണ്ടും നമുക്കൊരു വീഡിയോ കൂടെ ചെയ്യും. ഇപ്പം ഈ ഒരു ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു പക്ഷേ തിരിച്ച് ഈ ഹൈക്ക് മേളിൽ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ സെല്ലിംഗ് പ്രഷറിനെക്കാട്ടിയും ബയ്യിങ് പ്രഷർ വരുന്നു എന്നാണ് വീണ്ടും. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ തിരിച്ച് ഇങ്ങനെ പോകും, ഹയർ ഹൈ ഹയർ ലോയിൽ പോകും. അത് ചില സമയത്ത് സംഭവിക്കുക. ഇത് ഞാൻ പറഞ്ഞു 100% അല്ല, 80-85%. അതിന് ഏതൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കിയാലും ഏതൊരു ട്രേഡിനും റിസ്ക് ഉണ്ടാവും. റിസ്ക് ഇല്ലാത്ത ഒരൊറ്റ ട്രേഡ് പോലും ഇല്ല. അപ്പോൾ ലോസ് വരും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാതെ നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു എൻട്രി സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് എൻട്രി എടുക്കുക. മന്ത്ലി നോക്കുമ്പോൾ പ്രോഫിറ്റ് തന്നെയായിരിക്കും നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി മെത്തേഡ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹയർ ഹൈ ഹയറിലോ ലോവർ ഹൈ ലോവറിലോ നിങ്ങൾ ഏത് ചാർട്ട്, നിങ്ങൾ ഏത് ബിറ്റ് കോയിൻ ചെയ്യുന്നവരാണെങ്കിലും കമ്മോഡിറ്റി ചെയ്യുന്നവരാണെങ്കിലും സ്റ്റോക്കിൽ ചെയ്യുന്നവരാണെങ്കിലും ഫോറക്സ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാത്തിലും വർക്കിംഗ് ആണ് ഈ ഹയർ ഹൈ ഹയറിലോ ലോവർ ഹൈ ലോവറിലോ. മാർക്കറ്റ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഒന്നുകിൽ ഈ പറയുന്ന ഹയർ ഹൈ ഹയർ ലോയിൽ സഞ്ചരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ സൈഡ് വേസ് ആവും. ഈ 3 രീതിയാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. ഇവിടെ നിന്ന് മേപ്പോട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് ഹയർ ഹൈ ഹയർ ലോയിൽ പോകുന്നു, മേളിൽ ചെന്നിട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് ആവുന്നു, താഴോട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് ലോവർ ഹൈ ലോവർ ലോയിൽ ഇവിടം വരെ വന്നിരുന്നു. അതുപോലെ ഇനി താഴെ വന്നിട്ട് വീണ്ടും സൈഡ് വേസ് ആവാം, അവസാനത്തെ ഹൈനെ കട്ട് ചെയ്താൽ ഹയർ ഹൈ ഹയർ ലോയിൽ പോകും. ഇത് നിങ്ങൾ നല്ല രീതിയിൽ, ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടിട്ട് സമയമെടുത്ത് പെയ്യനെ ഇരുന്നിട്ട് നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നിങ്ങൾ ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കുക. ഹയർ ടൈം ഫ്രെയിമിൽ, പിന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ വന്നു. ഹയർ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഹയർ ഹൈ ഹയർ ലോസ് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും 4 hourലോ ഡെയിലിയിലോ. ഇപ്പോൾ ഇത് 4 hourൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 4 hourൽ ഇവിടം വരെ പോയി, അപ്പോൾ
ഇതിൻ്റെ ഇടയിൽ തന്നെ 5 മിനിറ്റിൽ കുറേ ഹയർ ഹൈ ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ ഈ വലിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് മനസ്സിലാകും ആദ്യം. ഓക്കെ, അതിന് ശേഷം അതിൻ്റെ ഇടയിലുള്ള ചെറിയ ടൈം ഫ്രെയിമിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് നോക്കുക. ഓക്കെ, അതുപോലെ എവിടെ നിന്നാണോ ഒരു ഹൈ ആരംഭിച്ച ഏരിയ, അതൊരു ഇമ്പോർട്ടൻസ് ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് മോളി വരപ്പോൾ. അപ്പോൾ തൊട്ട് താഴെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അതിനെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അഥവാ മാർക്കറ്റ് താഴെ വരികയാണെങ്കിലും ഈ ലോയ്ക്ക് താഴത്ത് പോകരുത്. ഓക്കെ, ഇറങ്ങി മാർക്കറ്റ് ഇവിടം വരെ വന്നാലും ഈ ലോയ്ക്ക് താഴത്ത് വീണ്ടും പോകരുത്. ഇത് 4 അവർ ടൈം ഫ്രെയിമാണ്. ഇവിടെ വന്നിട്ട് വീണ്ടും അവസാനത്തെ ഹൈനെ കട്ട് ചെയ്ത് ഇങ്ങനെ കയറുകയാണെങ്കിൽ അത് ഹയർ ലോയിലും. ഒരു പക്ഷേ ഈ ലോയിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലോവർ ലോയിൽ തന്നെ താഴത്തോട്ട് പോകാം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പോലും മാർക്കറ്റ് അവസാനത്തെ ഹൈനെ കട്ട് ചെയ്ത് കയറാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും ഹയർ ലോയിലും. ഇത് പല പാറ്റേണിൽ റണ്ണാവും. അതാണ് നമ്മൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ നമ്മളെ ഫേക്ക് ആക്കിയിട്ട് ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ഈ ഹയർ ലോവർ ലോയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതിനകത്ത് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകും, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്തും കൂടി പോകും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ ഇത് ഏതൊക്കെ രീതിയിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ കൺഫ്യൂസ്ഡ് ആക്കുന്ന സമയത്ത് ഏത് രീതിയിൽ നമുക്ക് ഈ ഹയർ ലോയിനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് നോക്കാം. എന്നിട്ട് വരുന്ന വീഡിയോസിലൊക്കെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുന്നത് എങ്ങനെ, പാറ്റേൺസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെ, ഇതുപോലെ ഫേക്ക് ഔട്ടായിട്ടുള്ള ട്രേഡുകൾ മനസ്സിലാക്കി ചെയ്യേണ്ടുന്നത് എങ്ങനെ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് നോക്കിപ്പോൾ. അപ്പോൾ നിങ്ങളിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ ഹയർ ലോ ലോവർ ലോ ഏതൊക്കെ ചാർട്ടിൽ 100, 200, 300, 400, 500 തവണ പോയിട്ട് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. കുത്തിയിരുന്ന് സമയമെടുത്ത് നല്ല കണക്ക് പെയ്യനെ ഇരുന്ന് ചെയ്താൽ മതി. ഇതാദ്യം മനസ്സിലാക്കുക. ഈ സ്റ്റെപ്പ് കയറി പോവുക, സ്റ്റെപ്പ് ഇറങ്ങി വരിക. നമ്മളെ വീട്ടിലുള്ള പടികളില്ലേ, സ്റ്റെപ്പുകൾ, അത് കയറിപ്പോകുന്ന കണക്കും പടി ഇറങ്ങി വരുന്ന കണക്കും അല്ലേ. ഇത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അധികം നീട്ടുന്നില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിപ്പിക്കുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയറും കൂടെ ചെയ്യുക. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.